ഞാൻ സാബു വർഗീസ്, ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ചിരാള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വയലിലാണ്. ഇത് നിലക്കടല വളരുന്ന ഒരു വയലാണ്. നിലക്കടല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇതിൻ്റെ വേരിലാണ് ഈ കായ ഉണ്ടാകുന്നത്. മണ്ണിനടിയിലെ വേരിൽ ചെറിയ ചെറിയ കായകൾ ഉണ്ടാകുന്നു. വളരെ മനോഹരമാണ് ഇത് കാണാനൊക്കെ ആയിട്ട്. ഇങ്ങനെ ഈ വയലുകളിൽ ഇവിടെ വെള്ളം അടിക്കുന്നതും എല്ലാം കാണാൻ വളരെ മനോഹരമാണ്. ഇത് എല്ലാം ഒത്തിരി കൃഷികളുള്ള ഒരു സ്ഥലമാണ്. ചിരാള എന്ന് പറയുമ്പം കൃഷികളൊക്കെ ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ്. വളരെ മനോഹരമാണ്. പലപ്പോഴും മനസ്സിനൊക്കെ ഒരു കുളിർമയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടിയൊക്കെ കടന്നു വരുമ്പോൾ. അപ്പം ഞാനിങ്ങനെ ഇതിലെ വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കുറേ അധികം ആടുകളെ മേച്ചുകൊണ്ട് വരികയാണ്. ഈ ആടുകളെ കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് ദാവീദ് പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരികയാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. തിരുനാമം നിമിത്തം അവൻ എന്നെ നീതിപാതകളിൽ നടത്തും. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എത്ര മനോഹരമാണ്! ഇടയനുണ്ടെങ്കിൽ എത്ര കൂരിരുട്ട് വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും ഭയം വരത്തില്ല. ഇടയൻ ആടുകളെ നന്നായി നടത്തിക്കൊണ്ട് പോകും, അതിനെ കാക്കും. ചെന്നായ്ക്കളോ പട്ടികളോ ഒന്നും അതിൻ്റെ മുകളിൽ വരാതെ വണ്ണം അതിനെ കാത്ത് എവിടെ ചേരണോ അവിടെ ചേർപ്പിക്കും. അതാണ് ഇടയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് വേണ്ടുന്ന ആഹാരം കൊടുക്കും. എവിടെയാണ് നല്ല ആഹാരമുള്ളത്, എവിടെയാണ് നല്ല വെള്ളമുള്ളത് എല്ലാം ഇടയനറിയാം. ആടുകൾക്കറിയില്ല. നമുക്കതുപോലെയാണ്. എങ്ങനെയാണ് പോകേണ്ടത്, എവിടെയാണ് പോകേണ്ടത് ഒന്നും അറിയാവുന്നവരല്ല നമ്മൾ അടുത്ത കാല് വയ്ക്കുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. നമുക്ക് ഇടയനില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയത്തില്ല. നമ്മൾക്കെല്ലാം ഒരു ഇടയൻ ആവശ്യമാണ്. നമ്മൾ ഇടയനോട് കൂടി നടക്കണം. അപ്പോൾ ആ ഇടയൻ നമ്മളെ അത്ഭുതകരമായിട്ട് നടത്തും. അതാണ് കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനായിട്ട്, ആടുകളെ മേയ്ക്കുന്ന നല്ല ഇടയനായിട്ട്, തൻ്റെ മക്കളെ സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു നല്ല ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ അറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. യേശുവിനോട് ചേർന്ന് നടന്നപ്പോൾ എൻ്റെ ജീവിതമെല്ലാം മാറി. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പാപ സ്വഭാവങ്ങളെല്ലാം എന്നെ വിട്ടുപോയി. ഇതൊന്നും ഒരിക്കലും പോകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എൻ്റെ മദ്യപാനമോ എൻ്റെ മറ്റു പാപ സ്വഭാവങ്ങളോ എന്നെ വിട്ടുപോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെങ്കിൽ ഞാൻ യേശുവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പാപ സ്വഭാവങ്ങൾ എന്നെ വിട്ടുമാറി. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന് മേലുണ്ടായിരുന്ന കുടുംബമായിട്ടുണ്ടാകുന്ന കുറേ ശാപങ്ങൾ ഞാൻ യേശുവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ശാപങ്ങളെല്ലാം എന്നെ വിട്ടുമാറി. ജീവിതം മനോഹരമായി, ജീവിതം സന്തോഷമായി. അതെ, ഇത്രമാത്രം സന്തോഷം അനുഭവിക്കാൻ, ഇന്ന് അനേകരെ യേശുവിലേക്ക് നടത്താൻ ദൈവം എനിക്ക് സഹായം ചെയ്തു. കാരണം ഞാൻ ആ ഇടയനോട് കൂടി നടന്നതാണ്. അപ്പം നമ്മെല്ലാം ആ ഇടയനോട് കൂടി നടന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. പ്രിയ മക്കളെ, നിങ്ങൾ യേശുവിനോട് ചേർന്ന് നടക്കുക. യേശു നിങ്ങളെ അത്ഭുതമായിട്ട് നടത്തും. ദാവീദ് പാടുന്ന പോലെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. ഓ, എത്ര മനോഹരമാണ് പ്രാണനെ തണുപ്പിക്കുന്ന. ഞാൻ അനുഭവിക്കുന്ന ഒരു സാക്ഷ്യമാണിത്. എൻ്റെ ജീവിതത്തിലൊരു സാക്ഷ്യമാണ്. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ, ഒത്തിരി ഭാരങ്ങളുടെ നടുവിൽ, സാമ്പത്തിക ഭാരങ്ങളുടെ നടുവിൽ, ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ ആ യേശു എന്നെ കൈപിടിച്ച് നടത്തി. എപ്പോഴാണോ ഞാൻ എൻ്റെ ജീവിതത്തെ യേശുവിനായിട്ട് സമർപ്പിച്ചോ അന്നു മുതൽ അവൻ എന്നെ നടത്തുകയാണ്. വളരെ അനുഗ്രഹമായിട്ട് പല മരണങ്ങളിൽ നിന്നും, പലപ്പോഴും മരണഭയത്തിൽ നിന്നും, മരണത്തിൽ നിന്നും എല്ലാം അവൻ എന്നെ വിടുവിച്ചിട്ടുണ്ട്. വലിയ സാക്ഷ്യമാണ്. പലപ്പോഴും ഞാൻ എൻ്റെ സാക്ഷ്യം അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1992 ഞാൻ ഈ ആന്ധ്രാപ്രദേശിൽ വരുന്നത്. വന്നിട്ട് ഞാനൊരു കമ്പനിയിൽ കറണ്ടിൻ്റെ ട്രാൻസ്ഫോമർ നന്നാക്കുന്ന ഒരു കമ്പനി പണിക്ക് ചേരുകയായിരുന്നു. അന്നേ ദിവസം ഞാൻ ആ പണിക്ക് ചേർന്ന ആ ഫാക്ടറിയിൽ അവിടെ നന്നാക്കിക്കൊണ്ടിരുന്ന ഒരു ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു. ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു നിന്നത്. പക്ഷെങ്കിൽ ഒരു നിമിഷം എൻ്റെ കർത്താവ് എന്നെ ഫാക്ടറിക്ക് അകത്തേക്ക് വിട്ടു. ഞാൻ ഫാക്ടറിക്ക് അകത്തേക്ക് കയറി പോകുമ്പോൾ ആ ട്രാൻസ്ഫോമർ അവിടെ പൊട്ടിത്തെറിച്ചു. ധാരാളം ആൾക്കാരുടെ ശരീരമെല്ലാം പൊള്ളി, ഒരുവൻ മരിച്ചുപോയി. കർത്താവിൻ്റെ ഭയങ്കരമായ കാവൽ എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആന്ധ്രയിൽ കാലുകുത്തി ഒരു കമ്പനിയിൽ പണിക്ക് ചേർന്ന്
അതും കേവലം 20 രൂപ മാത്രം ശമ്പളത്തിന് ആ കമ്പനിയിൽ ഞാനന്ന് പണിക്ക് ചേർന്നു. എന്നാൽ ആ ഭയങ്കരമായ മരണത്തിൽ നിന്നും കർത്താവ് എന്നെ കാത്തു. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്കൊരു ഇടയനുണ്ടെങ്കിൽ ആ ഇടയൻ നമ്മളെ കാക്കും, ആ ഇടയൻ നമ്മളെ നടത്തും, നമുക്ക് വേണ്ടുന്നെല്ലാം കരുതും. ദാവീദ് പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. അതെ, ഈ നല്ല കർത്താവിനെ നമുക്ക് പിന്തുടരാം. പ്രിയ കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. യേശുവിന്റെ പിന്നാലെ നമുക്ക് പോകാം. നിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിന്റെ മുകളിലുള്ള എല്ലാ ശാപങ്ങളും എല്ലാ പാപങ്ങളും തുടച്ചു മാറ്റട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.